ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളൊരു ട്രാവൽ വ്ളോഗാണ്. നമ്മൾ മൂവാറ്റുപുഴയിൽ നടക്കുന്ന ഫെസ്റ്റ് കാണാനായിട്ട് പോയതാണ്. അപ്പോൾ മെയിനായിട്ട് അവിടുത്തെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഗുണ കേവ് തന്നെയാണ് കേട്ടോ. ഗുണ കേവ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, മഞ്ഞുമൽ ബോയ്സ് കണ്ട എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. അപ്പോൾ പിള്ളേർ കുറേ ദിവസമായി പത്രത്തിലൊക്കെ കണ്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ഇത് അറിഞ്ഞിട്ട് പോവാന്ന് കുറേ ദിവസമായി നമ്മളെ ശല്യപ്പെടുത്തുന്നു. മെയിനായിട്ട് എക്സാം ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, പോകണമെങ്കിൽ ഈ പറഞ്ഞ മാതിരി എല്ലാവരെയും കൊണ്ടുപോകണം. അന്നേരം വണ്ടി ഒരെണ്ണം എടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സ്കിപ്പ് ചെയ്ത് പോയത്. അപ്പോൾ അങ്ങനെ അതെ ഞങ്ങൾ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പുതിയൊരു ചെരുപ്പ് ഞാൻ മേടിച്ചിട്ടുണ്ട്. എൻ്റെ ചെരുപ്പൊക്കെ പൊട്ടിപ്പോയിട്ടോ. നമ്മൾ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഈ വക കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതേ ഒരു 300 രൂപയൊക്കെ വരുന്ന ചെരുപ്പാണ്. അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നി. ഈട് നിൽക്കുമെന്ന് വിചാരിക്കണു, അറിയത്തില്ല. പെട്ടെന്നാണ് കേട്ടോ നമ്മൾ പ്ലാൻ ചെയ്തത്. ഞായറാഴ്ച പോകാമെന്നൊക്കെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല തിരക്കായിരിക്കുമേ, നമ്മുടെ മുഹമ്മദിനെയും കൊണ്ട് പോകുക എന്ന് വെച്ചാൽ നല്ല റിസ്ക്കാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇക്കാനോട് പറഞ്ഞത് നമുക്ക് ഇന്ന് തന്നെ പോയാലോ എന്ന് വെച്ചാൽ ശനിയാഴ്ച വൈകുന്നേരം നമുക്ക് പോയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അങ്ങ് റെഡിയായി. അപ്പോൾ ഞങ്ങൾ ഓട്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ വണ്ടിയില്ലാത്തത് ഞാൻ മിക്ക വ്ളോഗിലും ഞാൻ പറയാറുണ്ട്. കാരണം അത് നമുക്കൊരു ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാനിങ്ങനെ എൻ്റെ വ്ളോഗിലൂടെ അതങ്ങ് പറഞ്ഞു പോകണേ കേട്ടോ. ഞാനത് അറിയാതെ തന്നെ പറഞ്ഞു പോകും. കാരണം നമ്മൾക്ക് വണ്ടി ഒരിടക്കാലം കൊണ്ടാണ് നമ്മൾ വണ്ടി എടുത്തത്. സെക്കൻഡ് ഹാൻഡ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ മുഹമ്മദിനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എപ്പോഴും ഛർദിയും ഹോസ്പിറ്റൽ കേസും ഒക്കെ ആയിരിക്കും. അപ്പോൾ വണ്ടി അത്യാവശ്യമായിട്ട് വന്നുകൊണ്ട് നമ്മൾ എടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 3-4 കൊല്ലത്തോളമായിട്ട് നമ്മുടെ കയ്യിൽ കാറുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കാറിലാണ് പോവൽ. കാരണം നമുക്ക് മക്കളാണെങ്കിലും 4 പേരായി. അപ്പോൾ നമ്മൾക്ക് എന്തായാലും ഒരു വണ്ടിയില്ലാതെ പറ്റില്ല. 2 വീലറിൽ പോലും നടക്കത്തില്ല. അങ്ങനെ നമ്മൾ എല്ലാ സ്ഥലങ്ങളിലൂടെ പോയിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് വണ്ടി ഇടിക്കുകയും നമ്മൾ ആ വണ്ടി കൊടുക്കുകയും ചെയ്തു. പിന്നെ നമുക്ക് മറ്റൊരെണ്ണം മേടിക്കാനുള്ള അവസ്ഥയല്ലാത്തത് കൊണ്ട് മേടിച്ചിട്ടുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ മാക്സിമം പല കാര്യങ്ങളും നമ്മളതുകൊണ്ട് സ്കിപ്പ് ചെയ്യുന്നു, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇപ്പം എനിക്ക് ചെറിയൊരു വിഷമം തോന്നുന്നു. ഈ ഒരു സമയത്ത് വിഷമം തോന്നുന്നു വണ്ടി ഇല്ലാത്തത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഹോസ്പിറ്റൽ കേസുകളൊക്കെ വരുന്നു. വാപ്പാക്കാണെങ്കിൽ സുഖമില്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ട ആവശ്യങ്ങൾ വരുന്നു. അപ്പോൾ അന്നേരം ബസ്സിനൊക്കെ പോവുക അങ്ങനെയൊക്കെ വരുമ്പോൾ മറ്റുള്ളവരോട് വണ്ടി ചോദിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊരു സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ. അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും എനിക്ക് നോ പ്രോബ്ലം. നമ്മൾ ബസ്സിനാണെങ്കിലും 2 വീലറിനൊക്കെ പോയി അഡ്ജസ്റ്റ് ചെയ്യും. എന്ത് കാര്യമാണെങ്കിലും അവനവനുണ്ടെങ്കിലേ കാര്യമുള്ളൂ. കാരണം നമ്മൾ എത്ര ദിവസം എന്ന് വെച്ചാൽ മറ്റുള്ളവരോട് ചോദിക്കുക. ഒരു ദിവസം ചോദിച്ചു, 2 ദിവസം ചോദിച്ചു, എപ്പോഴും ചോദിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാവും അല്ലേ. അതിപ്പോൾ നമുക്കാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ. നമ്മുടെ അടുത്ത് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ നമ്മൾക്കും അതൊരു ബുദ്ധിമുട്ടാവും ലാസ്റ്റ്. അപ്പോൾ മാക്സിമം നമ്മളതുകൊണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കാൻ നോക്കാറില്ല. പിന്നെ നമുക്ക് അത്യാവശ്യം വരുന്ന സമയത്ത് ഇക്കടെ ഫ്രണ്ട്സിൻ്റെ ആരെങ്കിലുടെയൊക്കെ പോയി എടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. കൂടുതലും നമ്മൾ ഫൈസൽക്കാടെ വണ്ടിയാണ് കേട്ടോ എടുക്കാറ്. അപ്പോൾ അങ്ങനെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ മൂവാറ്റുപുഴ എത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഓട്ടോ വന്ന് ഞങ്ങൾ ഓട്ടോയിൽ പോവുകയാണേ. നമ്മൾ മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പോയത്. അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ അറിയണത് ഞായറാഴ്ച റിയൽ മഞ്ഞുമൽ ബോയ്സ് അവിടെ വരുന്നുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവിടെ ചെന്നപ്പോൾ ഫ്ലെക്സ് വായിച്ചപ്പോഴാണ് കേട്ടോ അറിയണത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞായറാഴ്ച പോയിരുന്നെങ്കിൽ നമുക്ക് അവരെയൊക്കെ ഒന്ന് കാണാമായിരുന്നു എന്ന് വിചാരിച്ചു. പിന്നെ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ ഏതായാലും മൂവാറ്റുപുഴ എത്തിക്കഴിഞ്ഞല്ലോ. സാധാരണ ഞങ്ങൾ എവിടെയെങ്കിലും പോകുന്ന സമയത്തൊന്നും വാപ്പ വരാറില്ല കേട്ടോ. ഇപ്പോൾ വാപ്പ വീട്ടിലിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് വരുന്നത്. അപ്പോൾ അതും നമ്മൾ നിർബന്ധിച്ച് കൊണ്ടുപോകണതാണ് കേട്ടോ. എപ്പോഴും ഇങ്ങനെ വീട്ടിലിരുന്നിട്ട് പുറത്തൊക്കെ പോണ ആളല്ലായിരുന്നു, കടയിൽ പോയിരിക്കുന്ന ആളായിരുന്നല്ലോ. അപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന് അങ്ങ് ബോറടിക്കണ്ടെന്ന് വിചാരിച്ച് നമ്മൾ നിർബന്ധിച്ചിട്ടാണ് വാപ്പാനെ കൊണ്ടുപോയത് കേട്ടോ. അങ്ങനെ നമ്മൾ ഗുണ കേവിൽ എത്തിയിട്ടുണ്ട്. ഒരാൾക്ക് 70 രൂപയായിരുന്നു കേട്ടോ നമ്മുടെ ടിക്കറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മുഹമ്മദിന് മാത്രം എടുത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. മുഹമ്മദിനും കുഞ്ഞുങ്ങൾക്കും എടുത്തിട്ടില്ല, ബാക്കി പിള്ളേർക്കൊക്കെ എടുത്തു എന്ന് എനിക്ക് തോന്നണം കേട്ടോ. അങ്ങനെ നമ്മളിത് ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഗുണ കേവിലേക്ക് കയറാണ്. അപ്പോൾ ഇതിലൂടെയാണ് ഇതിൻ്റെ എൻട്രൻസ് ഉള്ളത്. അവിടെ ഒരു സെക്യൂരിറ്റിക്കാരൻ നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ എടുത്തിട്ടുള്ള ടിക്കറ്റ് അവിടെ കൊടുക്കണം. അവർ നോക്കിയിട്ടാണ് നമ്മളെ കയറ്റി വിടുക കേട്ടോ. അങ്ങനെ നമ്മൾ ഗുണ കേവിലേക്ക് നമ്മൾ ആദ്യം തന്നെ കയറാണ്. ഞാൻ പ്രതീക്ഷിച്ച
അത്രയും എന്താ പറയുക അടിപൊളിയായിരുന്നു എന്നൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. എന്താ പറയുക പിള്ളേർക്കൊക്കെ ഒന്ന് ആസ്വദിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ പോയിട്ടുണ്ടെങ്കിൽ നിരാശയായിട്ട് ആയിരിക്കും തിരിച്ചു പോരുക. കാരണം നമ്മളത് കണ്ടു കഴിയുമ്പോൾ ഇത്രയേ ഉള്ളോ, ഇതിനാണോ വന്നേ എന്നൊക്കെ പലരും അവിടെ പറയുന്നതൊക്കെ ഞാൻ കേട്ടു. എനിക്കും അങ്ങനെ ഒരു ഫീലിംഗ് തന്നെയായിരുന്നു കേട്ടോ. ഇക്കായാണെങ്കിലും ചോദിച്ചു ഇതിനാണോ നമ്മൾ വന്നേന്നൊക്കെ. അപ്പോൾ ആ ഒരു രസം എന്താ പറയുക പിള്ളേർക്കൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കാം എന്ന് മാത്രം. ഞാൻ കൊടൈക്കനാലിൽ പോയിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ ഗുണ കേവ് കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. നമ്മളങ്ങനെ അവിടെ റെസ്ട്രിക്റ്റ് ചെയ്തേക്കാണ്, നമ്മളെ ഇറക്കി വിടത്തില്ലായിരുന്നു. ഞാനൊക്കെ 10ാം ക്ലാസ്സിൽ സ്കൂളിൽ നിന്ന് പോയിട്ടുണ്ട് കൊടൈക്കനാൽ ഈ പറയുന്ന ഒരു പ്ലേസിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ താഴോട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ എന്താ പറയുക പിള്ളേർക്കൊരു രസം. പിന്നെ ആ ഒരു ഫിലിമിലെ കുറച്ച് ഡയലോഗും ഒക്കെ അതിൽ പറയുന്നുണ്ട്. പിന്നെ മഞ്ഞുമൽ ബോയ്സ് എന്നൊക്കെ അവിടെ എഴുതി വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാനൊന്നും അത് കണ്ടില്ല കേട്ടോ. അങ്ങനെ കുറച്ച് പിന്നെ ഉള്ളിലോട്ട് കയറുമ്പോൾ കുറച്ചും കൂടെ ഒരു എന്താ പറയുക രസമായിട്ടൊക്കെ തോന്നി കേട്ടോ. അവിടുത്തെ ആ ഒരു സൗണ്ട് എഫക്റ്റും ഒക്കെ എന്താ പറയുക പിള്ളേർക്ക് രസമായിട്ടൊക്കെ തോന്നും. പിന്നെ ഗുണ കേവ് കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത് നമ്മളൊരു ഭയങ്കര ലൈറ്റും ഒക്കെ സജ്ജീകരിച്ചിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് വന്നേക്കണേ. ഇതൊരു സ്റ്റുഡിയോ പോലെ നമുക്ക് തോന്നും. സ്പോഞ്ചും കൊണ്ടാണ് അവിടെ ഉണ്ടാക്കി വെച്ചേക്കണേയൊക്കെ. അപ്പോൾ എന്താ പറയുക നല്ല പണ്ട് നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ പോയി ഫോട്ടോ ഒക്കെ എടുക്കത്തില്ലേ, ആ ഒരു സംഭവമായിരുന്നു കേട്ടോ എനിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല എന്താ പറയുക ലൈറ്റ് അറേഞ്ച്മെൻറ്റ് നന്നായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ഫോട്ടോസ് എടുക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ എല്ലാവരും പിള്ളേരെയും അതുപോലെ തന്നെ ഫാമിലി ആയിട്ടും ഒക്കെ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് സ്പോഞ്ചിൻ്റെയാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. തുടരുതെന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ തൊട്ട് നോക്കി കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ റോബോട്ടിക് അനിമൽസിൻ്റെ ഒരു ഏരിയയിലേക്കാണ് വന്നിട്ടുള്ളത്. ശരിക്കും ഒരു ഫോറസ്റ്റ് സെറ്റപ്പ് ആക്കി വെച്ചേക്കാണ്. എല്ലാം റോബോട്ടിക് അനിമൽസാണ്. ആ ഒരു അനിമൽസിൻ്റെ കറക്റ്റ് സൗണ്ട് എഫക്റ്റും കൊടുത്തിട്ടുണ്ട്. എല്ലാം നല്ല അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്. ഇതൊക്കെ കുറച്ചും കൂടെ എന്താ പറയുക പിള്ളേർക്കാണെങ്കിലും ആസ്വദിക്കാൻ പറ്റിയതായിട്ട് എനിക്ക് തോന്നി കേട്ടോ. നമ്മൾക്കും ഭയങ്കര രസമായിട്ടൊക്കെ തോന്നി. എല്ലാം നല്ല ഒറിജിനാലിറ്റി മാതിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ റോബോട്ടിക് അനിമൽസിൻ്റെ അവിടെ നിന്ന് നമ്മൾ കുറേ ഷോപ്പിലേക്കാണ് കിടക്കുന്നത്. അവിടെ ആദ്യം തന്നെ മാജിക് ബുക്ക് എന്ന് പറഞ്ഞിട്ട് കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സംഭവം ഞാൻ നോക്കി വെച്ചിട്ട് തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായില്ലായിരുന്നു കേട്ടോ. ഞാനിത് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ മാജിക് ബുക്ക് അവിടെ ആയിരുന്നു കിട്ടണേന്നുള്ള കാര്യം മനസ്സിലായത്. കാരണം മാജിക് ബുക്ക് പറഞ്ഞാൽ വാങ്ങണമെന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു, പക്ഷെ അത് വാങ്ങിയില്ല. പിന്നെ നമ്മൾ എന്താ പറയുക അങ്ങോട്ടേക്ക് കയറി കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ മുഹമ്മദിനെ കിട്ടാണ്ടായി കേട്ടോ. പിന്നെ ആൾക്ക് അത് വേണം ഇത് വേണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ബഹളായി. പിന്നെ ഓട്ടം തുടങ്ങി. എന്താ പറയുക ആകെ പ്രശ്നമായിട്ടോ. പിന്നെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ കടന്നു പോവുകയാണ്. മാജിക് ബുക്കൊക്കെ കിട്ടുന്നിടത്ത് ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ലേഡീസ് ഫാൻസി ഐറ്റംസ്, കളിപ്പാട്ടങ്ങൾ, പിന്നെ ഹെൽത്ത് കെയർ 30% ഓഫറായിട്ട് എല്ലാ ഹെൽത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ബ്ലഡ് ചെക്കിങ് ഒക്കെ ആയിരിക്കാം. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും നോക്കിയില്ല കേട്ടോ. പിന്നെ നമ്മൾ പൊതുവേ എല്ലാ ഫെസ്റ്റിനും കാണുന്ന ഐറ്റംസൊക്കെ തന്നെ എല്ലാം ഉണ്ട്. പിന്നെ ഇപ്പോൾ ട്രെൻഡായിട്ടുള്ള പേപ്പർ സോപ്പൊക്കെ ഉണ്ട്. പേപ്പർ സോപ്പ് നമ്മൾ മേടിച്ചില്ല. ഓൾറെഡി നമ്മൾ ഒരെണ്ണം മേടിച്ചിട്ട് വെറുതെ ഒരു വീട്ടിൽ കൂടെ ചുമ്മാ കളയുമായിരുന്നു കേട്ടോ. അത് കാരണം ഞാൻ പറഞ്ഞു മേടിക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ സൂക്ഷിച്ച് വയ്ക്കുന്ന പിള്ളേർക്കാണ് അതൊക്കെ മേടിച്ചിട്ട് കാര്യമുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ വെറൈറ്റി പപ്പടങ്ങളുണ്ടായിരുന്നു. 100 രൂപയായിരുന്നു കേട്ടോ ഒരു പാക്കറ്റിന് പപ്പടത്തിന്. അപ്പോൾ മിക്സ്ഡ് ആയിട്ടാണ് ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായത്. മിക്സ്ഡ് ഫ്ലേവറായിട്ട് ഒരു പാക്കറ്റ്. പിന്നെ കുറേ വിത്തുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ പൊതുവേ എന്താ പറയുക പച്ചക്കറിയൊക്കെ നടുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി ആ ഒരു കോർണർ വന്നപ്പോൾ. അതുകൊണ്ട് തന്നെ ഒരു പാക്കറ്റിന് 20 രൂപയായിരുന്നു. ഞാനൊരു 5 ഐറ്റം എടുത്തു കേട്ടോ. അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള 5 ഐറ്റം മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഹൽവ കുറച്ച് മേടിച്ചു. പല വെറൈറ്റിയും അവർ കഴിച്ച് നോക്കാനായിട്ട് തന്നു. പക്ഷേ നമ്മൾ എന്താ പറയുക ബ്ലാക്ക് ഹൽവ തന്നെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പഴയകാല മിഠായികളൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് പിള്ളേർക്ക് വാപ്പാന്തക്കോ മേടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പോരാൻ നേരത്തെ ഇക്കോറിന് നമുക്ക്
പുളിമിഠായി മേടിക്കാമെന്ന് പറഞ്ഞു. കാരണം നമ്മൾ എന്താ പറയുക സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ കഴിച്ചുകൊണ്ട് നടന്ന ആ ഒരു പുളിമിഠായി ഉണ്ടല്ലോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഐറ്റം. ഇതൊരു ഫുള്ളായിട്ട് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ചു. പിന്നെ നമ്മുടെ മുഹമ്മദിനാണെങ്കിൽ കളിപ്പാട്ടങ്ങളൊക്കെ കണ്ടിട്ട് ഒരു സമാധാനമില്ല കേട്ടോ. അത് കാരണം പെട്ടെന്ന് നമ്മൾ ധൃതി പിടിച്ച് പോവുകയാണ്. അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കാനായിട്ട് സമയം കിട്ടുന്നില്ല. കാരണം ഇക്ക വേഗം നടക്കുന്ന പറയണമായിരുന്നു. കൂടുതലായിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം നമ്മൾ പിന്നെ ലാസ്റ്റ് പാനിപൂരിയുടെ അടുത്തെത്തി. അപ്പോൾ അത് ഒരു ഡസൻ മേടിച്ചു. എല്ലാത്തിനും അത്യാവശ്യം നല്ല റേറ്റൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പാനിപൂരി ഒന്നും അങ്ങനെ നമ്മൾ സ്ഥിരം കഴിക്കാറൊന്നുമില്ല. അതുകൊണ്ട് അതിൻ്റെ റേറ്റ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നമ്മളൊരു സെറ്റാണ് മേടിച്ചോളൂ. ഓരോന്ന് കഴിക്കാൻ പാകത്തിന് ഓരോ സെറ്റ് മേടിച്ചു. ഒരെണ്ണം ഞാൻ കഴിച്ചു, ഒരെണ്ണം മുഹമ്മദിനും കൊടുത്തു, ബാക്കി പിള്ളേർക്കൊക്കെ കൊടുത്ത് ഇക്കായും കഴിച്ചു കേട്ടോ. പിന്നെ വാപ്പാക്ക് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് വാപ്പ കഴിച്ചതും ഇല്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഫെസ്റ്റിൻ്റെ അത്രയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ തവണ. നമ്മൾ മൂവാറ്റുപുഴ ഫെസ്റ്റ് മിക്ക വർഷങ്ങളും നടക്കാറുണ്ട്, നമ്മൾ പോകാറുണ്ട് കേട്ടോ. പക്ഷേ ഈ തവണ അത്രയും എന്താ പറയുക ഗംഭീരമായിട്ടൊന്നും ഉണ്ടായില്ല. വളരെ കുറച്ച് ഷോപ്പുകളാണെങ്കിലും ഒക്കെ വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ റൈഡുകൾ. അതേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദാഹിച്ചു തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ കുപ്പിയിൽ വെള്ളം തിളപ്പിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ പാലൊന്നും കൊടുത്തു തുടങ്ങിയിട്ടില്ല കേട്ടോ. നമ്മൾ പശുവും പാലൊന്നും മേടിച്ച് അങ്ങനെ കൊടുത്തു തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് ചൂടുവെള്ളമാണ് കൊണ്ടുപോകുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് ബജ്ജി മേടിച്ചു. നമ്മളെപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഇത് ഓരോന്ന് എന്തായാലും മേടിക്കും കേട്ടോ. ഒരു സെറ്റ് പാനിപ്പൂരി മേടിക്കും, ഒരു സെറ്റ് ബജ്ജി മേടിക്കും. അപ്പോൾ നമ്മളിന്ന് കോളിഫ്ലവർ ബജ്ജിയാണ് മേടിച്ചത്. എനിക്ക് കൂടുതലും സവാള ബജ്ജിയാണ് ഇഷ്ടം. പക്ഷെ തണുത്ത് പോയതുകൊണ്ട് നമ്മൾ കോളിഫ്ലവറാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതെല്ലാം കൂടെ ഞങ്ങൾ ഓരോ പീസ് 1-2 പീസ് എടുക്കുമ്പോഴേക്കും ഇതൊക്കെ തീരും കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അത് കഴിച്ചു. പിന്നെ വലിയ തിരക്കൊന്നുമില്ല, അധികം ആൾക്കാരൊന്നുമില്ല, വളരെ കുറച്ച് ആൾക്കാരുള്ളൂ. പിന്നെ ഫെസ്റ്റ് തുടങ്ങിയിട്ട് കുറച്ചും ആയിട്ടോ, അതാണോന്നും അറിയത്തില്ല, തിരക്ക് കുറവായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഷോപ്പുകളിലൊക്കെ എന്താ പറയുക പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ അധികം ഒന്നും മേടിച്ചില്ല കേട്ടോ. പിള്ളേർക്ക് കുറച്ച് മിഠായിയും ഹൽവയും പിന്നെ ഞാൻ പറഞ്ഞ പച്ചക്കറി വിത്തും അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ റൈഡിലേക്ക് വന്നു. അത്യാവശ്യം നല്ല റേറ്റ് തന്നെയുണ്ട് റൈഡിൽ കേട്ടോ. 80-90 അങ്ങനെയൊക്കെ റേറ്റ് തന്നെ ഉണ്ട് എല്ലാത്തിനും. അപ്പോൾ പിള്ളേരെ അതിലൊക്കെ ഒന്ന് കയറ്റാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ നമ്മൾ മുഹമ്മദിനെയും സാലിനെയും അയാനെയും ആദ്യം ഒരു റൈഡിൽ കയറ്റി കഴിഞ്ഞപ്പോൾ നമ്മുടെ മുഹമ്മദ് അവിടെ കിടന്ന് വാശി പിടിക്കൽ തുടങ്ങി. വേറെ ഒന്നുമല്ല, മുഹമ്മദിനെ തന്നെ ഇരിക്കണം. അപ്പോൾ അവരാണെങ്കിൽ സമ്മതിക്കണില്ല. മുഹമ്മദ് ചെറുതായതുകൊണ്ട് തന്നെ ഈ ഒരു റൈഡ് ഇങ്ങനെ വളയണ സമയത്ത് ഡ്രാഗനാണെന്ന് തോന്നുന്നു. ഡ്രാഗൻ ഇങ്ങനെ വളയണ സമയത്ത് ചിലപ്പോൾ തന്നെ ഇരിക്കുമ്പോൾ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ആകെ മുടയായി. പിന്നെ ഇക്ക കയറി ചെന്ന് പിന്നെ കോംപ്രമൈസ് ആക്കി ലാസ്റ്റ് ആളെ എന്താ പറയുക സെൻറ്ററിൽ ഇരുത്താം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ 2 പേരെ നടുക്കിരുത്തി വിട്ടു കേട്ടോ. വിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇക്ക അങ്ങനെ മുകളിൽ കയറി നിൽക്കുവാണ്. അങ്ങനെ മുകളിൽ കയറി നിന്ന കാരണം ഈ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയത്. അങ്ങനെ ഞാനും ആ ഭയങ്കര അവിടെ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ്. എന്തോ വലിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇക്ക പിള്ളേരൊക്കെ റൈഡിൽ നിന്ന് ഇറങ്ങി വന്നു. നിങ്ങൾക്ക് പുറം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, വലിയ തിരക്കൊന്നുമില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ ഒരു ഐറ്റത്തിലേക്ക് വിട്ടു കേട്ടോ. ഇതിലാവുമ്പോൾ കുറച്ച് നേരം അതിൻ്റെ അകത്ത് കിടന്നോളൂല്ലോ. നമുക്ക് ശല്യമല്ലല്ലോ. ശല്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഹമ്മദ് അങ്ങ് ഓടിക്കളയും, നമ്മുടെ കൈ വിട്ട് ഓടിക്കളയും, അങ്ങനെ ഒരു പ്രശ്നമുണ്ടേ. അപ്പോൾ മുഹമ്മദിനെ കുറച്ച് എന്താ പറയുക കുറച്ച് നേരം അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് സമാധാനം കിട്ടുള്ളൂ എന്ന് വിചാരിച്ചു. അങ്ങനെ മുഹമ്മദിനെയും അയാനെയും അങ്ങോട്ട് വിട്ടു. ഇതാകുമ്പോൾ മുഹമ്മദിന് അയാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം വീട്ടിലാണെങ്കിലും ബെഡുമ്മ കിടന്ന് ഇങ്ങനെ കാണിക്കലാണ്. അപ്പോൾ പിന്നെ കുറച്ചും കൂടെ ഫ്രീഡം കിട്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കിട്ടുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ അവർ രണ്ടുപേരും ഹാപ്പിയാണ്, അവരവിടെ എൻജോയ് ചെയ്യട്ടെ. അപ്പോൾ ഇക്കനോട് പറഞ്ഞു നിനക്കും സാലിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പോയി കയറിക്കോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അന്നേരം സാലി പറഞ്ഞു എന്നാൽ മരണക്കിണറിൽ കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ മരണക്കിണറൊക്കെ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഈ തവണ ഇവിടെ ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ വളരെ ചെറുതായിരുന്നു, ഒരുപാട് വലിപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ കറക്റ്റ് ടൈമിലാണ് ചെന്നത്. അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുമായിരുന്നു. 3 പേരാണ് കേട്ടോ ഉണ്ടായിരുന്നത്. 2 പേര് ബൈക്ക് ഓടിക്കാനും പിന്നെ ബൈക്ക് ഓടിക്കുന്ന ഒരാൾ തന്നെയാണ്. ഒരു കാറും അതുപോലെ തന്നെ വേറൊരു കാർ ഓടിക്കാൻ മറ്റൊരാളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരാളൊരു പയ്യനായിരുന്നു ബൈക്ക് ഓടിച്ചിട്ടുണ്ടായിരുന്നത്. മറ്റു 2 കുറച്ചും കൂടി പ്രായമുള്ള ചേട്ടന്മാരായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ശരിക്കും. നമുക്ക് എന്താ പറയുക മരണക്കിണർ എപ്പോൾ കണ്ടാലും നമുക്ക് നെഞ്ചടിച്ചിട്ട് തന്നെ കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. കാരണം നമുക്ക് പേടിയാവും. അതുപോലെയല്ല അവർ ഓടിക്കുന്നത്. അവരത് പ്രാക്ടീസാണ്, പക്ഷെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര അതിശയമായിട്ട് തോന്നും.
ശരിക്കും പറഞ്ഞാൽ ഇവർ ആ പൊസിഷൻ ചേഞ്ച് ചെയ്യണത് നമുക്ക് അതിശയമായിട്ട് തോന്നും അല്ലേ. അവർ ആ പൊസിഷൻ ചേഞ്ച് ചെയ്യണ സമയത്ത് അവർ ആക്സിലേറ്റർ ഒന്ന് തിരിക്കണ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാൻ പലതവണ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. അവർ ആക്സിലേറ്റർ ഇങ്ങനെ സിഗ്നൽ കൊടുക്കും, ഞാൻ അടുത്ത പൊസിഷനിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ അങ്ങനെ അവർക്ക് എന്തോ അവർ സിഗ്നൽ കൊടുക്കണതാണ് കേട്ടോ അത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു, ഒരുപാട് നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു പൈസ ഒരു എന്താ പറയുക, പല ആൾക്കാരും ഇങ്ങനെ കൊടുക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്. 10-20 രൂപയൊക്കെ ഇങ്ങനെ നീട്ടി പിടിച്ചിങ്ങനെ കൊടുക്കും. അവർ പോണ വഴിക്ക് ഇങ്ങനെ എന്താ പറയുക മേടിച്ചിട്ടങ്ങ് റൈഡ് ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ വാങ്ങിയിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാനും ചെറുക്കനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ രണ്ടും കൽപ്പിച്ച് പൈസ ഇങ്ങനെ നീട്ടി പിടിച്ചു, അവർ എന്താ പറയുക മേടിച്ചിട്ട് പോയിട്ടോ. അങ്ങനെ ആ റൈഡിൻ്റെയൊക്കെ അവസാനമായിട്ടാണ് എക്സിറ്റ് ഉള്ളത് കേട്ടോ. അപ്പോൾ അതിലൂടെ ഞങ്ങൾ ഇറങ്ങി വന്നു. ഇറങ്ങി വരുന്നിടത്ത് തന്നെ ഓട്ടോറിക്ഷ കിടക്കുന്നുണ്ട്. അങ്ങനെ നമ്മളൊരു ഓട്ടോറിക്ഷയിൽ കയറി ആ ഡ്രൈവറോട് നമ്മൾ പറഞ്ഞു നമുക്ക് നല്ലൊരു ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു കടയിൽ എത്തിക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ അത്യാവശ്യം വിശ്വസിക്കാൻ പറ്റിയ കടകളിലാണ് മാക്സിമം കയറാറുള്ളൂ കേട്ടോ. എന്താ പറയുക, ഫുഡൊക്കെ നല്ലതാണോ അങ്ങനെയൊക്കെ നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഡ്രൈവർ പറഞ്ഞു നമുക്ക് നല്ലൊരു ഹോട്ടലുണ്ട്, അവിടെ കൊണ്ടുപോയാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അറേബ്യൻ പാലസ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നണേ കേട്ടോ. അപ്പോൾ അവിടെ കുഴിമന്തിയാണ് കിട്ടത്തുള്ളൂ. അങ്ങനെ പിന്നെ നമ്മളന്ന് കുഴിമന്തി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നേരെ ഹോട്ടലിലേക്ക് ചെന്നു. പിന്നെ നമ്മൾ വേഗം കുഴിമന്തി ഓർഡർ ചെയ്ത് കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു. അത്യാവശ്യം നല്ല സ്പേസൊക്കെ അകത്തുണ്ട്, ഒരുപാട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ചെന്ന സമയത്ത് കേട്ടോ. പക്ഷേ ഞങ്ങൾ തിരിച്ചു പോരാറായപ്പോഴേക്കും കോളേജിലെ പിള്ളേരൊക്കെ കൂടി ഒരു 2 ബസ് പിള്ളേർ വന്നു. പിന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. പക്ഷേ കറക്റ്റ് ടൈമിലാണ് ഞങ്ങൾ ചെന്നത്. അങ്ങനെ ഞങ്ങൾ ചെന്നു, കുഴിമന്തിയൊക്കെ ഓർഡർ ചെയ്തു, ഫുഡ് കഴിച്ചു. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നല്ല എരിവൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആരും അത്ര ഒരു ഓവറായിട്ടൊന്നും കഴിച്ചില്ല കേട്ടോ. പിന്നെ ചെന്ന് അവിടെ ഇരുന്ന സമയത്ത് തന്നെ അവർ നമുക്ക് സൂപ്പ് കൊണ്ട് തന്നു. സൂപ്പ് നല്ലതായിരുന്നു, പക്ഷെ എന്നാന്ന് വെച്ചാൽ പിള്ളേർക്കൊന്നും കഴിക്കാനേ പറ്റത്തില്ലായിരുന്നു, അത്രയ്ക്ക് എരിവായിരുന്നു കേട്ടോ. ആ എരിവ് ഒഴിച്ചാൽ സൂപ്പ് അടിപൊളിയായിരുന്നു. കുറച്ചൊക്കെ പിള്ളേരൊക്കെ കഴിച്ചു, ഞങ്ങളും കഴിച്ചു. പക്ഷെ നെഞ്ചൊക്കെ അങ്ങ് പുകച്ചിൽ തുടങ്ങിയപ്പോൾ ഞാനങ്ങ് നിർത്തി. അപ്പോൾ നമ്മൾ അൽഫാം മന്തിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അൽഫാമിലാണെങ്കിൽ അത്യാവശ്യം കാന്താരി ചേർത്തതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ പിള്ളേർക്കൊക്കെ നല്ല എരിവായതുകൊണ്ട് അധികം കഴിച്ചില്ല കേട്ടോ. പിന്നെ ഒരു വിധത്തിൽ ഞങ്ങൾ കഴിച്ചങ്ങ് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ സമ്മതിക്കണുണ്ടായിരുന്നില്ല. അപ്പോൾ ആൾക്കങ്ങനെ എന്താ പറയുക, നമ്മൾ ചൂടുവെള്ളം തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഇങ്ക് കൊടുത്തിട്ടാണ് വന്നിട്ടോ, നമ്മൾ കുറുക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടനാണ് ദാസേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഓട്ടോ. അങ്ങനെ ദാസേട്ടൻ വന്നു, നമ്മൾ വണ്ടിയിൽ കയറി തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു മണ്ടത്തരം പറ്റി. നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, വിത്തുകളും ഹൽവയും അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ. അതൊക്കെ നമ്മൾ സാലീനെയാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സാലി അത് ഞങ്ങൾ നിന്ന ഒരു കാറിൻ്റെ അടുത്ത് ആ ഗ്ലാസ്സമ്മ വെച്ചിട്ട് തിരിച്ചു പോന്നു, എടുക്കാനായിട്ട് മറന്നുപോയി. അന്നേരം പക്ഷെ നമ്മളത് ഓർത്തില്ല കേട്ടോ. തിരിച്ച് വീട്ടിൽ വന്ന് മിഠായി തിന്നാൻ വേണ്ടി നോക്കിയപ്പോഴാണ് നമ്മുടെ കവർ മിസ്സായത് നമ്മൾ അറിഞ്ഞത്. അങ്ങനെ നമ്മുടെ ആ പൈസ മുഴുവനും പോയി കേട്ടോ, നഷ്ടത്തിൽ പോയി. അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് എവിടെയെങ്കിലുമൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ പോകണം എന്നുള്ളത്. അങ്ങനെ അവസാനം നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് വരാണ് കേട്ടോ. തിരിച്ച് വന്ന സമയത്താണ് എൻ്റെ കുടുംബശ്രീയിലുള്ള ജലജ എന്ന് പറഞ്ഞ ചേച്ചിയുടെ ഹസ്ബൻഡ് മരിച്ചു എന്നുള്ള വിവരം അറിയണേ. പിന്നെ രാത്രി ഞാനും അയാനും കൂടെയും എന്താ പറയുക ചേച്ചിയുടെ അടുത്ത് പോയി. അപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ വന്ന് അവസാനം സങ്കടത്തിൽ അവസാനിച്ചൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. എൻ്റെ പേജ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ, താങ്ക്